ബോധം ഉണ്ടാകട്ടെ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ലൈവിൽ വന്നിട്ട് കുറെ അധികം നാളുകളായി. അപ്പോൾ ചില ആളുകൾ ചോദിച്ചു, ഞങ്ങള് നല്ല പാട്ടുകാരൊന്നും അല്ല എങ്കിലും ഈ ഞങ്ങളുടെ ലൈവിൽ ഞങ്ങളെ കാണാൻ സാധിക്കുന്നില്ലല്ലോ ഒന്നിച്ച് എന്നൊരു പരാതി ചില ആളുകൾ പറഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ട് എന്ന് ഓർപ്പിക്കാനാണ് ഞങ്ങള് രണ്ടും കൂടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒന്ന് രണ്ട് ശീലികൾ, ഒരു പഴയ പാട്ടിന്റെ ഈരണികൾ ഞങ്ങൾക്കുള്ള ഈ സാധാരണ സ്വരത്തില് പാടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പാടിയ ശേഷം അതിപ്രധാനമായ ചില ബൈബിളിക ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇവിടെ ഇന്ന് ഒരു എപ്പിസോഡായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. പഴയ കാലത്ത് ഏതോ ഭക്തന്മാർ എഴുതിയ മനോഹരമായ ഒരു പാട്ടിന്റെ ചില വരികൾ ഞങ്ങൾ ഒന്നിച്ച് പാടുകയാണ്. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടം വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും വിരുന്നു പ്രാപിക്കുന്നൊരേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും വിരുന്നു പ്രാപിക്കുന്നൊരേകൻ മാത്രമല്ലയോ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ആശയിച്ചയൊക്കവേ അടക്കിയോടുകൾ, ആശ വെച്ച പന്തയ പൊരുൾ ലഭിച്ചിടും. ആശയിച്ചയൊക്കവേ അടക്കിയോടുകൾ, ആശ വെച്ച പന്തയ പൊരുൾ ലഭിച്ചിടും. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടമോടുവാൻ അനേകർ മുൻപൊന്നെങ്കിലോ ലോത്തിൻ ഭാര്യ പോലെ പിന്നിൽ നോക്കി നിന്നു പോം. ഓട്ടമോടുവാൻ അനേകർ മുൻപൊന്നെങ്കിലോ ലോത്തിൻ ഭാര്യ പോലെ പിന്നിൽ നോക്കി നിന്നു പോം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ച പോലെ ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ ചില ആളുകൾ ചോദിക്കും, വാസ്തവത്തിൽ ഇത് മറ്റുള്ളവർ ചോദിച്ചുള്ള ചോദ്യങ്ങളാണോ അതോ സ്വന്തമായി ഞങ്ങൾ ഉണ്ടാക്കിയ ചോദ്യങ്ങളാണോ? ചില ആളുകളൊക്കെ കമന്റ് എഴുതുന്ന കണ്ടു, ഇതൊക്കെ തന്നെത്താൻ ഭാര്യയും ഭർത്താവും കൊണ്ട് ഉണ്ടാക്കുന്ന ചോദ്യമാണ്. ഒരു കാര്യം ഞാൻ സത്യസന്ധമായി പറയാം, ഭാര്യയ്ക്ക് അതിൽ യാതൊരു പങ്കുമില്ല. അവർ അടുക്കളപ്പണിയൊക്കെ ചെയ്ത് കർത്താവിന്റെ വേലയിൽ എനിക്ക് ആവശ്യമായ പ്രോത്സാഹനമൊക്കെ നൽകി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസിയാണ്. എന്നാൽ ഇതിലെ മിക്ക ചോദ്യങ്ങളും എന്നോട് നമ്മുടെ ആളുകൾ ചോദിച്ചാണ്. ഇന്ന് രാവിലെയും എന്നോട് പാലക്കാട് ഭാഗത്തുനിന്ന് ഒരാൾ ചോദിച്ച ഒരു ചോദ്യം കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ
ഇപ്പോൾ ഓരോന്നോരോന്നായി എൻ്റെ വൈഫ് ചോദിക്കും. അതിന് മുൻകാലങ്ങളിൽ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി എന്ന നിലയിൽ ഞാൻ നൽകിയതുപോലെ ഇപ്പോൾ ഇവിടെയും നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ഒന്ന് ചോദിച്ചാട്ടെ. അപ്പോസ്തലനായ പൗലോസിനെ നീറോ ഗളച്ഛേദം ചെയ്യായിരുന്നു എന്നതിന് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോസ്തലനായ പൗലോസിനെ നീറോ ചക്രവർത്തി ഗളച്ഛേദം ചെയ്യുകയായിരുന്നു എന്നതിലേക്ക് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഉൾപ്പെടെയുള്ള എനിക്ക് മുമ്പ് ജീവിച്ചിരുന്നിട്ടുള്ള ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള മിക്കവാറും എല്ലാ ദേവദാസന്മാരും തിമോത്തിയോസിന്റെ ലേഖനം 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ഉം 7-ഉം വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലൂസ് പറഞ്ഞിട്ടുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ റോമിൽ വെച്ച് തടവിലാക്കപ്പെട്ടുന്ന പൗലൂസിനെ തന്നെ തടവിലാക്കിയ നീറോ ചക്രവർത്തി അദ്ദേഹത്തെ ഗളച്ഛേദം ചെയ്തു എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതേ സംബന്ധിച്ച് ചരിത്രകാരന്മാരായ സഭാചരിത്രകാരന്മാരായ പല ആളുകളും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ മറ്റു പല വേദവ്യാഖ്യാതാക്കളും പൗലോസ് അപ്പോസ്തലന്റെ മനോഹരമായിരുന്ന ഈ മരണത്തെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ തന്റെ ഈ ഗളച്ഛേദം ചെയ്യപ്പെട്ട കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പല അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പൗലോസ് വാസ്തവത്തിൽ ഇങ്ങനെ ഗളച്ഛേദം ചെയ്യപ്പെട്ടവനായിട്ട് മരിക്കുകയായിരുന്നു, അതോ സാധാരണ മരണം മരിക്കുകയായിരുന്നു എന്നുള്ള വിഷയമാണ്. അപ്പൊ അതേക്കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയും അപ്പോസ്തലനായ പൗലോസ് നീറോ ചക്രവർത്തിയാൽ ഗളച്ഛേദം ചെയ്യപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിട്ടില്ല. വേദപുസ്തകത്തിന്റെ വെളിയിൽ ഏതെങ്കിലും ചരിത്രരേഖയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഇതുവരെ രചിക്കപ്പെട്ടിട്ടുള്ള ചരിത്രരേഖകൾ ഒന്നും തന്നെ വിശ്വസനീയമായ നിലയിൽ പൗലോസ് ഗളച്ഛേദം ചെയ്യപ്പെട്ടു എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ആധികാരികമാകുന്ന ചരിത്ര രേഖകളില്ല. എന്നാൽ ചില സഭാ ചരിത്രകാരന്മാരും അതുപോലെ സഭാ പിതാക്കന്മാരുമായ ആളുകളൊക്കെ ആ നിലയിൽ അഭിപ്രായപ്പെട്ടിരുന്നതായി വേദ പഠിതാക്കൾ സർവ്വസാധാരണയായി പറയുന്നു. ഞാനും അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. എങ്ങനെയായിരുന്നാലും റോമിലേക്ക് തടവുകാരനായി കൊണ്ടുപോകപ്പെട്ട അപ്പോസ്തലനായ പൗലൂസ് അവിടെ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം സഹിക്കേണ്ടി വന്നു എന്നാണ് സർവ്വസാധാരണമായി ക്രൈസ്തവ ലോകത്തെ എല്ലാ വേദവിദ്യാർത്ഥികളും വിശ്വസിക്കുന്നത്. ഞാനും അതുകൊണ്ട് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. താൻ മുമ്പിൽ കണ്ട രക്തസാക്ഷിത്വ മരണത്തെ അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ടാണ് തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചുമിരിക്കുന്നു, എനിക്ക് മാത്രമല്ല എന്നോടുകൂടെ കർത്താവിന്റെ പ്രത്യക്ഷയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ തന്നെ എന്ന് അപ്പോസ്തലനായ പൗലൂസ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിശ്ചയമായും പൗലൂസ് ഗളച്ഛേദം ചെയ്യപ്പെടുകയായിരുന്നു, പൗലൂസിനെ റോമിൽ വെച്ച് താൻ കൊല്ലപ്പെട്ടു എന്ന് വളരെ വ്യക്തമായി വേദപുസ്തക ലോകം വിശ്വസിക്കുന്നു. എന്നാൽ ചരിത്രത്തിന്റെ താളുകൾ, ലോക ചരിത്രത്തിന്റെ താളുകൾ ഈ വക കാര്യങ്ങൾക്ക് വലിയ പ്രസക്തമാകുന്ന ആധികാരികമാകുന്ന രേഖകൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായ ഒരു സത്യം. അടുത്ത ചോദ്യം ചോദിച്ചാട്ടെ. യേശുക്രിസ്തു ചരിത്ര പുരുഷനായിരുന്നു എന്നതിന് വേദപുസ്തകത്തിന് വെളിയിൽ ആധികാരികമായ എന്തെങ്കിലും രേഖകളുണ്ടോ? അപ്പൊ എന്റെ വൈഫിന്റെ സൗണ്ട് പാട്ട് പാടുമ്പോൾ നല്ല സൗണ്ടാണ് എന്നാലും ഈ ചോദ്യം ചോദിക്കുമ്പോൾ സൗണ്ടിന് അല്പം ഒരു ലാഗിങ് ഉണ്ട്. ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള പരിചയങ്ങളുടെ കുറവുകളായിരിക്കും. അതുകൊണ്ട് ഒരു ചെറിയ ട്രെയിനിങ് എന്ന നിലയിൽ കൂടിയാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. കാരണം അറിയാമോ, ഞാൻ പ്രായമായി വരുമ്പോൾ ഇങ്ങനെ ഒരു വാസ്തവത്തിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളെ കൂടെ ഇരുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് അത് എന്റെ ഭാര്യ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഇവിടെ അവർ ചോദിച്ച ചോദ്യം യേശുക്രിസ്തു ചരിത്ര പുരുഷനായിരുന്നു എന്നതിന് വേദപുസ്തകത്തിന്റെ വെളിയിൽ ആധികാരികമായ എന്തെങ്കിലും ചരിത്ര തെളിവുകൾ ഉണ്ടോ എന്നുള്ളതാണ്. നല്ല ചോദ്യമാണ്. യേശുക്രിസ്തു ചരിത്ര പുരുഷൻ അല്ല എന്ന് പറഞ്ഞിട്ടുള്ള സനൽ ഇടമറുക പോലെയുള്ള അവസരവാദികളായ യുക്തിവാദികളും പിന്നെ ദൈവവിശ്വാസത്തെ പാടെ നിരാകരിച്ചിരുന്ന ഈ പല ആളുകളും ഈ ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ഈ A.T. കോവൂരിനെ പോലുള്ള ആളുകളൊക്കെ അങ്ങനെയുള്ള ആളുകളായിരുന്നു.
അങ്ങനെയുള്ള ആളുകൾ ധാരാളമായി ഈ ലോക ചരിത്രത്തിൽ കാലാകാലങ്ങളിലായി ജനിച്ച് ജീവിച്ച് തങ്ങളുടെ തത്വശാസ്ത്രങ്ങളെ പ്രചരിപ്പിച്ച് മരിച്ച് മൺമറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ആധികാരികമായ ഒരു ചരിത്രരേഖ വിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിയിൽ യേശു ക്രിസ്തു ചരിത്ര പുരുഷനായിരുന്നു എന്നുള്ളതിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. പല തെളിവുകളും എനിക്ക് തരാനായിട്ടുണ്ട്. എന്നാൽ ആ തെളിവുകളെല്ലാം കൂടെ ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിപ്രധാനമായ ഒരു തെളിവ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ തെളിവ്, യഹൂദന്മാരുടെ ചരിത്രം റോമാക്കാർക്ക് വേണ്ടി രേഖപ്പെടുത്തിയ ജൂവിഷ് ആന്റിക്വിറ്റീസ്, അതായത് യഹൂദന്മാരുടെ പൗരാണികത്വം എന്നറിയപ്പെടുന്ന അതിപ്രാചീനമായ ഗ്രന്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനന മരണ അടക്ക പുനരുത്ഥാനം കഴിഞ്ഞ് ഒരു 32 വർഷങ്ങൾക്ക് ശേഷം AD 64 ജനിച്ച യഹൂദന്മാരുടെ ഇടയിലെ ഒരു വ്യക്തിയായിരുന്നു ഫ്ലാവിയസ് ജോസീഫസ് എന്ന് പറയുന്ന ചരിത്രകാരൻ. അദ്ദേഹം റോമാക്കാരുടെ പട്ടാളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുമായിരുന്നു. അദ്ദേഹത്തോട് റോമൻ ചക്രവർത്തി ഇപ്രകാരം ആവശ്യപ്പെട്ടു: കർത്താവായ യേശു ക്രിസ്തുവിന്റെ അല്ല, ഈ യഹൂദന്മാരുടെ ചരിത്രപരമായിരുന്ന സത്യങ്ങളെ സംബന്ധിച്ച് ക്രോഡീകരിച്ച് ഒരു പുസ്തകം എഴുതണമെന്ന് പറഞ്ഞു. അതായത് യഹൂദന്മാരുടെ ചരിത്രം, റോമൻ സാമ്രാജ്യത്തിലുള്ള യഹൂദന്മാരുടെ പൗരാണിക ചരിത്രം, വർത്തമാന ചരിത്രം എഴുതാൻ ആവശ്യപ്പെട്ടു. പ്രത്യേകം ഓർക്കണം, യേശു ക്രിസ്തു ജനിച്ച് ജീവിച്ച് മരിച്ച് മൺമറഞ്ഞതിന് ശേഷം 32 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഫ്ലേവിയസ് ജോസിഫസ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരൻ ജനിച്ചത്. അത് AD 64. അദ്ദേഹം റോമാക്കാർക്ക് വേണ്ടി എഴുതുകയാണ്. റോമാക്കാർക്ക് വേണ്ടി എഴുതുമ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി ഒരു ഖണ്ഡിക യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ജൂവിഷ് ആന്റിക്വിറ്റീസ് എന്ന് പറയുന്ന മഹത്വരമായ ആ ഗ്രന്ഥത്തിൽ, അതായത് ഈ യഹൂദന്മാരുടെ പൗരാണികത്വം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ ഫ്ലേവിയസ് ജോസീഫസ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയ വരികൾ ഞാനിവിടെ കാണാപ്പാടം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ്ട് ഈ കാലത്തിലായിരുന്നു യഹൂദന്മാരുടെ ചിരകാല പ്രതീക്ഷിത മെഷിക എന്ന് വിശ്വസിക്കപ്പെടുന്ന യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചത്. അവന് ഈ യഹൂദിയ, ഗലീലിയ, പലസ്തീൻ നാടുകളിൽ നെടുകയും കുറുകയും നടന്നുകൊണ്ട് ദൈവരാജ്യം പ്രസംഗിക്കുകയും അനേക രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ഒക്കെ ചെയ്തു. ധാരാളം 12 ശിഷ്യന്മാർ അവനുണ്ടായിരുന്നു. ധാരാളം ആളുകൾ അവനെ അനുഗമിച്ചിരുന്നു. എന്നാൽ അവനെ വാസ്തവത്തില് യേശു എന്ന് പറയുന്നത് നീതിയുക്തമോ എന്ന് ഞാൻ സംശയിക്കുന്നു. അവൻ ദൈവത്തിന്റെ ക്രിസ്തുവായിരുന്നു. ഹി വാസ് ദ മെസ്സായ ഓഫ് ഗോഡ്. അവൻ ദൈവത്തിന്റെ ക്രിസ്തുവായിരുന്നു. എന്നാൽ നമ്മുടെ പ്രമാണികളായ ആളുകൾ അവനെ പിടിച്ച് ക്രൂശിക്കുകയും പിലാത്തോസ് എന്ന നടുവായുടെ മുമ്പാകെ അവനെ വിസ്തരിച്ച് ക്രൂശിക്കുകയും അവൻ മരിച്ച് അടക്കപ്പെട്ടിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവന്റെ പേരിൽ അറിയപ്പെടുന്ന ക്രൈസ്തവ സമൂഹം ഇന്നും നമ്മുടെ ജീവിച്ചിരിപ്പുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫ്ലേവിയസ് ജോസീഫസ് നസറേയനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യഹൂദ പൗരാണികത്വം എന്ന് പറയുന്ന പ്രശസ്തമാകുന്ന തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് സമ്പൂർണമായും വേദപുസ്തകത്തിന്റെ വെളിയിലുള്ള ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ആധികാരികമായ ഒരു ചരിത്ര രേഖയാണ്. ഈ ചരിത്ര രേഖയുടെ ആ ഒരു ഖണ്ഡിക ധാരാളം മതിയാവും. കർത്താവായ യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു, ജനിച്ചിരുന്നു, ശുശ്രൂഷകൾ ചെയ്തിരുന്നു, അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഉള്ള സത്യത്തെ ലോകത്തിന് മുമ്പാകെ പരസ്യമായി പ്രഖ്യാപിക്കുവാനായി. ഇപ്പൊ യേശു ക്രിസ്തു ചരിത്രപുരുഷനായിരുന്നു എന്നതിലേക്ക് വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു ചരിത്രപുരുഷനായിരുന്നു എന്നുള്ളതിലേക്കുള്ള വ്യക്തമായ തെളിവാണ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത, യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അനുധാവനം ചെയ്യാത്ത യഹൂദന്മാരുടെ ഇടയിലെ ഒരു ചരിത്രകാരനായിരുന്ന ഫ്ലേവിയസ് ജോസീഫസ് ഈ നിലയിൽ ഒരു രേഖ ഉണ്ടാക്കി റോമ ചക്രവർത്തിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിശ്ചയമായും നാം മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തു ചരിത്ര പുരുഷനായ വ്യക്തി തന്നെ എന്നാണ്. 3-ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. 3-ാമത്തെ ചോദ്യം ഉച്ചത്തിൽ വായിക്കണം. യേശു ക്രിസ്തു ഒരേ സമയത്ത് മനുഷ്യനും ദൈവവുമായിരുന്നെങ്കിൽ ആ പ്രകൃതി എങ്ങനെ മനസ്സിലാക്കാം? വളരെ പ്രധാനമായ ഒരു ക്രിസ്റ്റോളജിക്കൽ ക്വസ്റ്റ്യൻ ആണ് 3-ാമത്തെ ചോദ്യം. ഇത് എന്റെ ഒരു പൂർവ്വകാല ബൈബിൾ സ്റ്റുഡന്റ് തന്നെ എന്നോട് ചോദിച്ചാണ്. അതായത് ഇപ്പം പാലക്കാട്ട് അട്ടപ്പാടിക്ക് അടുത്തുള്ള സ്ഥലത്താണ് കർത്താവിന് വില ചെയ്യുന്നത്. അദ്ദേഹം തന്നെ എന്നോട് ചോദിച്ച ചോദ്യമാണ്, യേശു ക്രിസ്തുവിന്റെ ഇരുവിധ പ്രകൃതങ്ങൾ, അതായത് യേശു ക്രിസ്തു ഒരേ സമയത്ത് തന്നെ ദൈവവും യേശു ക്രിസ്തു അതേ സമയത്ത് തന്നെ മനുഷ്യനും എന്ന നിലയിൽ ദൈവവും മനുഷ്യനുമായി ഒരേ സമയത്ത് ആയിരുന്ന വ്യക്തിയാണ് കർത്താവായ യേശു.
ഈ പ്രകൃതിയെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക? ഞാനൊരു വളരെ വ്യക്തമായ ഒരു കാര്യം പറയാം. മനുഷ്യൻ 3 ഡയമെൻഷണൽ ബീങ് എന്ന നിലയിലാണ് സൃഷ്ടിതമായിട്ടുള്ളത്. എന്നാൽ ഗോഡ് ഈസ് ഇൻ ദി 4th ഡയമെൻഷൻ. ദൈവം 4th ഡയമെൻഷൻ സ്ഥിതി ചെയ്യുന്ന ആളാണ്. അപ്പോൾ 4th ഡയമെൻഷൻ സ്ഥിതി ചെയ്യുന്ന ദൈവത്തെ 3 ഡയമെൻഷണൽ ബീങ് ആയ മനുഷ്യന് കൺസീവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ദൈവം എന്ന സംജ്ഞയെ നമുക്ക് ആശയപരമായി വിശ്വസിക്കുകയല്ലാതെ നമ്മുടെ മൈൻഡിൽ കൺസീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഗോഡ് ഈസ് ഇൻ ദി 4th ഡയമെൻഷൻ ആൻഡ് ഹ്യൂമൻ ഈസ് ഇൻ ദി 3rd ഡയമെൻഷൻ ആണ് എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, യേശു ക്രിസ്തു ഒരു സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായിരുന്നു. ഒരേ സമയത്ത് തന്നെ ക്രിസ്തു 100% ദൈവവും 100% മനുഷ്യമായിരുന്നു. ചില ആളുകൾ പറയുന്ന പോലെ യേശു ക്രിസ്തു 50% മനുഷ്യവും 50% ദൈവവുമായി 50-50 ബിസ്ക്കറ്റ് പോലെ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. അവൻ 100% ഗോഡായിരുന്നു, 100% മനുഷ്യനും ആയിരുന്നു. ഇത് രണ്ടും ശരിയാണെന്നുള്ളതിന് ധാരാളം തെളിവുകൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇത്യാദി സുവിശേഷങ്ങളിലെ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിത നാളുകളിലെ ശുശ്രൂഷകൾ, പ്രവർത്തനങ്ങൾ, രക്ഷണീയ പ്രവർത്തനങ്ങൾ ഇത്യാദിയിൽ കൂടി നമുക്ക് നന്നായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന് മൂന്നാമതൊരു പ്രകൃതമാണ് യേശു ക്രിസ്തു ഉണ്ടായിരുന്നത് എന്നാണ് അറിയൂസ് എന്ന് പറയുന്ന വേദവിപരീതി AD 325 കുസ്തന്തനൂസ് ചക്രവർത്തി വിളിച്ചുകൂട്ടിയ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ പ്രശസ്തമായിരുന്ന കൗൺസിൽ അഭിപ്രായപ്പെട്ടത്. അദ്ദേഹത്തെ എതിർപ്പെട്ടത് അഥാനാസ്യൂസ് എന്ന് പറയുന്ന പ്രശസ്തനായിരുന്ന അന്ത്യോക്യൻ ബിഷപ്പായിരുന്നു. അപ്പൊ ഇദ്ദേഹം അദ്ദേഹത്തോട് പറഞ്ഞത് യേശു ക്രിസ്തു ദൈവത്വവും മനുഷ്യത്വവും കൂടെ സമ്മിശ്രമായി ചേർന്ന് മൂന്നാമത് ഒരു പ്രകൃതമുള്ള ആളായിരുന്നു എന്നാണ്. എന്നാൽ അതിനെ അഥാനാസ്യൂസ് ഖണ്ഡിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ദൈവത്വവും മനുഷ്യത്വവും രണ്ട് വിശിഷ്ട പ്രത്യേക വ്യത്യസ്ത സ്വഭാവങ്ങളായി ഒരു വ്യക്തിയിൽ ഒരു സമയത്ത് ഇടകലരാതെ നിലകൊണ്ടിരുന്നു. സമ്പൂർണമായി ദൈവമായി അവനായിരുന്നു, അപ്പോൾ തന്നെ സമ്പൂർണമായ മനുഷ്യനായിട്ടും ആയിരുന്നു. ദൈവതത്വത്തിന്റെയും മനുഷ്യതത്വത്തിന്റെയും വ്യക്തിഗതമാകുന്ന സ്ഥിതി വിശേഷങ്ങളും സ്വഭാവ സവിശേഷങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൽ വളരെ പ്രകടമായി ഈ ഭൂമിയിലായിരുന്നപ്പോൾ അത് കണ്ടിരുന്നു എന്ന് വായിക്കുന്നു. കർത്താവ് താൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനും എന്റെ പിതാവും ഒന്നാകുന്നുവെന്നും ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ വരുവാൻ സാധിക്കില്ല എന്നും സ്വർഗത്തിൽ വസിക്കുന്നവനായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടില്ല എന്നും എന്നാൽ അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനാണ് അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് നോക്കി പറഞ്ഞ് ദൈവതത്വത്തിന്റെ സാരാംശ സ്വഭാവങ്ങളായിരുന്ന സർവശക്തി, സർവജ്ഞാനം, സർവവ്യാപകത്വം, സ്വയംഭൂവത്വം, സൃഷ്ടികർത്തൃത്വം, അത് രക്ഷണ പ്രവൃത്തി, അതുപോലെ ന്യായാധിപത്യം, ഇങ്ങനെയുള്ള എല്ലാ ഗുണലക്ഷണങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൽ 100% വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേസമയത്ത് മനുഷ്യ നിലയിൽ മാനുഷികമായ കോപം, മാനുഷികമായ ദേഷ്യം, മാനുഷികമായ ക്ഷീണം, മാനുഷികമായ നിദ്ര, മാനുഷികമായ ദാഹം, മാനുഷികമായ വിശപ്പ്, ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യ സ്വഭാവങ്ങളും യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ദൈവ നിലയിൽ സമ്പൂർണമായ ദൈവത്വ സ്വഭാവവും മനുഷ്യ നിലയിൽ സമ്പൂർണമായ മനുഷ്യത്വ സ്വഭാവവും അവന് ഉണ്ടായിരുന്നു. ഇത് രണ്ട് ഇടകല്ലാതെ ഒരേ സമയത്ത് തന്നെ കർത്താവായ യേശു ക്രിസ്തു എന്ന വ്യക്തിയിൽ നിലകൊണ്ടിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് ഈ 100% ദൈവവും 100% മനുഷ്യനുമായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഇങ്ങനെ രണ്ട് സ്വഭാവങ്ങൾ പരസ്പരം ഇടകലർന്ന് മൂന്നാമതൊരു സ്വഭാവമായി പരിവർത്തനപ്പെടാതെ നിലകൊണ്ടത് എന്നുള്ളത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. ഗോഡ് അലോൺ ക്യാൻ എക്സ്പ്ലെയിൻ. ദൈവത്തിന് മാത്രമേ അത് വിശദീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തിന് മരിക്കാൻ കഴിയാത്തതുകൊണ്ടും ദൈവത്തിന് മരണമില്ലാത്തവനായതുകൊണ്ടും അവിടുന്ന് അന്ത്യവിഹീനായതുകൊണ്ടും മരിക്കാൻ കഴിയുന്ന ഒരു പ്രകൃതമായ മനുഷ്യത്വമാണ് യേശു ക്രിസ്തു സ്വീകരിച്ചത്. അതുകൊണ്ട് ഇത് വളരെ വ്യക്തമായി നമുക്ക് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ഉപദേശ സത്യമാണ്. ഇതിനെ വളരെ അതിപ്രധാനമായ ക്രിസ്റ്റോളജിക്കൽ ഡോക്ട്രിൻ എന്ന് വേദപഠിതാക്കൾ സാധാരണയായി നാമകരണം ചെയ്യുന്നു. ഇത് ഏറെക്കുറെ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമായ മനുഷ്യനായ ക്രിസ്തു പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവമായ ക്രിസ്തു പറയുന്നു, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നിറവേറപ്പെടുമാറാകട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അസംഖ്യം തെളിവുകൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം മുതൽ പിന്നെ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം വരെയുള്ള
നാല് സുവിശേഷങ്ങൾ നമുക്ക് വളരെ സുവിദിതമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് ഏറെക്കുറെ ഇത്രയും മാത്രമേ ഈ ചെറിയ വീഡിയോയിൽ പറയാൻ സാധിക്കുള്ളൂ. സംശയമുള്ളവർക്ക് എന്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ കൂടുതൽ വിശദീകരിച്ച് നൽകുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സഭയുടെ കാന്തൻ യേശുക്രിസ്തു ആണല്ലോ. നിർത്തി നോക്കണം, അങ്ങോട്ട് നോക്കി പറഞ്ഞോട്ടെ. സഭയുടെ കാന്തൻ യേശുക്രിസ്തു ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇക്കാലത്ത് സഭകളിൽ കാണപ്പെടുന്ന ഈ കാലത്ത് സഭകളിൽ കാണപ്പെടുന്ന അനാത്മീയ പ്രവണതകളിൽ ക്രിസ്തു എന്തുകൊണ്ട് ഇടപെടുന്നില്ല? നല്ലൊരു ചോദ്യമാണ്. ഇത് ചോദിച്ചേക്കുന്നത് നമ്മുടെ ഒരു വേർപാടുകാരൻ സഹോദരൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ അദ്ദേഹത്തെ പേര് പറഞ്ഞ ആളുകൾ മനസ്സിലാക്കേണ്ട. അത് ഒരു സഹോദരൻ ചോദിച്ചാണ്. സഭയുടെ കാന്തൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഭരണാധികാരിയും കർത്താവായ യേശുവാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ സഭകളിലൊക്കെ ആയി കാണപ്പെടുന്ന അനാത്മികമായ പല പ്രവണതകളുണ്ട്. വഴക്ക്, വയ്യാവേലി, പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന് എന്തുകൊണ്ടാണ് ക്രിസ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാത്തത് എന്നാണ് ചോദ്യം. ഞാൻ അതിന് വളരെ വ്യക്തമായൊരു ദൃഷ്ടാന്തത്തോട് അത് വിവരിച്ചു തരാം. സാധാരണയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ പിടിച്ചുകൊണ്ട് ജയിലിൽ പോകാറുണ്ട്. കുറ്റകൃത്യങ്ങൾക്ക് അതിന്റെ ഗൗരവങ്ങളിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അടിപിടി കേസ് ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷയല്ല കൊലപാതകം ചെയ്തവന് കിട്ടുന്ന ശിക്ഷ. അങ്ങനെ ഓരോരുത്തരുടെയും ചെയ്ത തെറ്റിന്റെ കാഠിന്യം അനുസരിച്ചാണ് ശിക്ഷയ്ക്കുള്ള വകുപ്പുകൾ. അങ്ങനെയാണ് അത് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമാണ് ശിക്ഷയ്ക്കുള്ള ക്രമങ്ങൾ സാധാരണയായി പോലീസുകാര് കുറ്റക്കാരനെ തെറ്റുകാരനെ പിടിക്കുമ്പോൾ ഇടുന്നത്. ആ ക്രമം വെച്ചാണ്, ആ ശിക്ഷാ നിയമം വെച്ചാണ് കോടതിയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യപ്പെടുന്നതും അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ വെറുതെ വിടുകയോ ചെയ്യുന്നതും. അങ്ങനെ വരുമ്പോൾ ചില ആളുകളെ ജയിലിൽ ചെന്ന് കഴിയുമ്പോൾ സ്വതന്ത്രരായി വിട്ടേക്കപ്പെടുന്ന ചില ആളുകളുണ്ട്. അത് ഓപ്പൺ ബിൽഡിങ്ങില് അവരെ കൂട്ടമായി ജയിലില് അവരെ കാണാം. പണ്ട് കുഞ്ഞോൻ ചാക്കോ എന്ന് പറയുന്ന ദേവദാസിന്റെ കൂടെ പല പ്രാവശ്യം കേരളത്തിലെ ജയിലിൽ സന്ദർശിച്ചപ്പോൾ ഞാൻ അവരെയൊക്കെ കണ്ടിട്ടുണ്ട്. ചില ആളുകളെ 2, 3, 4 പേരെ ഉള്ള സെല്ലുകളിൽ ഒന്നിച്ചിട്ടേക്കുന്നത് കാണാം. എന്നാൽ വേറെ ചില ആളുകളെ അകത്തെ ആമത്തിലിട്ട് ശക്തമായ ബന്ധനത്തിൽ പൂട്ടിയിട്ടേക്കുന്ന കാണാം. അവരെ വലിയ ശിക്ഷയ്ക്ക് ബാധ്യതരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇനിയും സാധാരണപ്പെട്ട കേസുകളിൽ പിടിക്കപ്പെടുന്ന ആളുകൾക്ക് നടയടി മുതൽ അങ്ങോട്ടുള്ള ഡെയിലി ശിക്ഷാക്രമങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് ആധികാരികമായിട്ട് അറിയാൻ വയ്യ. കാര്യം ആധികാരികമായി അറിയാൻ വയ്യാത്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ അവരെന്നെ ചോദ്യം ചെയ്യരുത്. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ കിട്ടുമായിരിക്കാം. എന്നാൽ ഈ വധശിക്ഷയ്ക്ക് വിധിച്ച് ശക്തമായ ബന്ധനത്തിൽ പൂട്ടിയിട്ടിരിക്കുന്നവന് നടയടിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇതെല്ലാം കൂടെ ഒരു ദിവസം ഒന്നിച്ച് അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞ പോലെ സഭയുടെ കാന്തനും അതിന്റെ ഉടമസ്ഥനും കർത്താവായ യേശുക്രിസ്തുവാണെങ്കിൽ ഇന്ന് സഭകൾ കാണുന്ന അനാത്മികമായ അനേക പ്രവണതകൾക്കും ഉടനടി കർത്താവ് ഇറങ്ങി വന്ന ശിക്ഷയും ശിക്ഷാക്രമങ്ങളും നൽകുന്നില്ല. അപൂർവമായ ചില കാര്യങ്ങൾക്കൊക്കെ ദൈവം ഏർപ്പെടാറുണ്ട് എന്ന് വെച്ചാലും എല്ലാത്തിനും ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാല് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്നാണ് കർത്താവായ യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അപ്പോസ്തലനായിട്ട് പൗലോസ് പറഞ്ഞിട്ടുള്ള പ്രബലമായ ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഈ സമയത്ത് ഹഠതാവശ്യിക്കുന്നു. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. ഇത് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പൗലൂസ് പറയുകയാണ്. അതേ പൗലൂസ് റോമർ 14:10 പറയുന്നു: അല്ല, നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനം മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം കൊടുത്തിരിക്കുന്ന അതിപ്രധാനമായ 2-3-4 ദൗത്യങ്ങളുണ്ട്. ഒന്ന്, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധമായി ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും വിശുദ്ധിക്കായി ജീവിതം സമർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തെ അനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് ദൈവത്തെ സ്നേഹിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി കർത്താവിന്റെ സാക്ഷ്യം ഈ ഭൂമിയിലുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ് ദൈവം ഓരോ വിശ്വാസികളെ സംബന്ധിച്ചും ആഗ്രഹിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള വിശ്വാസികളുടെ ഇടയിൽ അവർ ജഡശരീരത്തിൽ ജീവിക്കുന്നവരാകിയാൽ പക, പിണക്കം, ജാരശങ്ക, ദ്വന്ദ്വപക്ഷം, പിന്നെ വിഗ്രഹാരാധന ഇങ്ങനെ തുടങ്ങി ജഡത്തിന്റേതായ സകല പ്രവൃത്തികളും വിശ്വാസികൾ ഉണ്ട്. അതുകൊണ്ട് ചില സഭാകൂടുകളിൽ വഴക്കുണ്ട്. ചിലയിടത്ത് മറ്റു പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തീരാത്ത നിലയിലുള്ള വൈരാഗ്യം ഒക്കെ വെച്ചു പുലർത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ദൈവസന്നിധി തെറ്റാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാം അത് ദൈവസന്നിധിയില്
ഒരു ദിവസം നിന്ന് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അത് ഇവിടെ വെച്ചല്ല, മരണത്തിന് ശേഷം കർത്താവിന്റെ സന്നിധിയിൽ ക്രിസ്തുവിന്റെ ന്യായാസം മുമ്പാകെ നിൽക്കുമ്പോൾ ഈ പറയപ്പെട്ട ജഡത്തിൽ ജീവിച്ചുകൊണ്ട് നാം ചെയ്ത എല്ലാറ്റിനും ദൈവസന്നിധിയിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായി വരും എന്നാണ് 2 കൊരിന്ത്യർ 5:10 റോമാ ലേഖനം 14:10 അപ്പോസ്തലനായ പൗലോസ് 2 സ്ഥലങ്ങളിലായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം ചിലതിനൊക്കെ ഇവിടെ വെച്ചും കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ ദൈവത്തെ പരിഹസിക്കുന്നത് എന്ത്? മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഈ ഭൂമിയിൽ വിതയ്ക്കുന്നത് ചിലതൊക്കെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ കൊയ്തച്ച് പോകേണ്ടി വരും. കാര്യം അത്തരം കാര്യങ്ങൾക്ക് സ്വർഗത്തിൽ കൊയ്ത്തില്ലാത്തതുകൊണ്ട് കൊയ്യേണ്ടത് വിതച്ചത് ഇവിടെ ആകിയാൽ ഇവിടെ തന്നെ നമ്മൾ കൊയ്തച്ച് പോകേണ്ടി വരും. എന്നാൽ ബാക്കിയുള്ളതിന് അവിടെ കിട്ടും. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അപ്പോൾ അവിടെ കൊരിന്ത്യരിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവസന്നിധിയിൽ പുകഴ്ചയുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കുള്ള ന്യായവിധി ന്യായമായി വിധിച്ച് നമ്മുടെ പ്രവൃത്തിക്ക് തക്കതായത് തരാൻ വേണ്ടി ഒരു ദിവസം ദൈവം തമ്പുരാൻ നിയമിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് അതിനെയാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിലെ വിധി എന്ന് പറയുന്നത്. അതിനു മുമ്പേ ദൈവം ഇപ്പൊ ഇവിടെ ഓരോരോ കാര്യങ്ങൾക്കും ഇറങ്ങി വന്ന് ശിക്ഷാവിധി നടത്താറില്ല. എന്നാൽ അപൂർവങ്ങളായ ചില കാര്യങ്ങളിൽ ദൈവ ശിക്ഷാവിധി നടത്തുന്നുമുണ്ട്. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടർമാനമായ പാപ സ്വഭാവത്തിൽ തുടർന്നുകൊണ്ട്, അതായത് ദൈവത്തിന്റെ വചനം വിലക്കുന്ന ഗൗരവതരമായ ചില പാപങ്ങൾ മറഞ്ഞിരിക്കുന്ന ജീവിതത്തിൽ തുടർമാനമായി ചെയ്യുകയും അതേസമയത്ത് ആ അശുദ്ധിയെക്കുറിച്ച് യാതൊരു അവബോധനവും ഇല്ലാതെ കർത്താവിന്റെ മേശയിൽ പങ്കുകൊള്ളുക, ആ മേശയിൽ ശുശ്രൂഷ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ അത് സംബന്ധിച്ച് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ പൗലോസ് പറയുമ്പോൾ, ഇത് ഹേതുവായി നിങ്ങൾ ചിലർ നിദ്ര കൊള്ളുന്നു, അനേകരും രോഗികൾ ആയിത്തീരുന്നു, ആകയാൽ നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് അപൂർവമായി സംഭവിക്കുന്ന ഒരു ശിക്ഷണ രീതിയാണ്. ബാക്കിയുള്ളതിനെല്ലാം കർത്താവിന്റെ ന്യായാസനത്തിൽ വെച്ച് എണ്ണി കണക്ക് കൊടുക്കേണ്ടതായി വരും. അതിനെല്ലാം അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള പ്രതിഫലങ്ങളും ലഭിക്കും എന്ന് തിരുവഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഈ കാലത്തിലെ ഏത് പ്രാദേശിക സഭയാണ് ബൈബിൾ പ്രകാരം 100% ശരിയായിട്ടുള്ളത്? നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഒരുപാട് പ്രാദേശിക സഭകളുണ്ട്. ഇതിൽ ഏത് പ്രാദേശിക സഭയാണ് 100% ശരിയായിട്ടുള്ളത് വചനപ്രകാരം ശരിയായിട്ടുള്ളത്? അതിന് ഉത്തരം ഞാൻ പറയാം. 100% ശരിയായിട്ടുള്ള ഒരു സഭയും ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ ഓരോരുത്തരും ഞങ്ങളുടേതാണ് ശരി എന്ന് പറയും. അത് അങ്ങനെ ഇരിക്കട്ടെ. ഏത് സഭക്കാരോട് ചോദിച്ചാലും പറയും ഞങ്ങളുടേതാണ് ശരി, ഞങ്ങളുടേതാണ് 100% ശരി എന്ന് പറയും. എന്നാൽ 100% ശരി എന്ന് പറയാൻ കഴിയുന്ന ഒരു പ്രാദേശിക സഭയില്ല. നമ്മുടെ പ്രാദേശിക സഭകളുടെ ആരാധനയ്ക്കും അതിന്റെ സാക്ഷ്യത്തിനും ഒക്കെയുള്ള ക്രമീകരണങ്ങളും ചട്ടങ്ങളും ഒക്കെ നമ്മൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ അപ്പോസ്തലന്മാരുടെ നടപടികളിൽ നിന്നാണ്. അപ്പോസ്തലന്മാർ ഏത് നിലയിലാണ് ദൈവത്തെ ആരാധിച്ചത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിട്ടപ്പെടുത്തിയെടുത്ത ഒരു ആരാധന സംവിധാനമുണ്ട്. ആ ആരാധന സംവിധാന പ്രകാരം നമ്മൾ ദൈവത്തെ ആരാധിച്ചു വരുന്നു. എന്നാൽ നമ്മളെന്ന് പറയുമ്പോൾ ബ്രദറുകാര് അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർ നമ്മൾ മാത്രമാണ് ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഏക സത്യവിശ്വാസ കൂട്ടം എന്നുള്ള ക്ലെയിം അത് നീതിയുക്തമല്ല. കാരണം നമ്മെ പോലെയോ നാം അറിയാത്തവരായിട്ടുള്ള അനേക ചെറിയ കുറവുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായിട്ടുണ്ട്. ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇന്ന് ഭൂമിയിൽ ഉള്ളതില് ഏതാണ്ടൊക്കെ ദൈവവചനത്തോട് ഒരു പരിധിവരെ വിശ്വസ്തത പുലർത്തുന്ന ഉപദേശമുള്ള സഭയാണ് ഞാൻ നിൽക്കുന്ന വേർപാട് സഭ എന്ന് പറയും. ജീവിതത്തിന്റെ കാര്യത്തെക്കുറിച്ച് എന്നോട് ചോദിക്കരുത്, അത് ഓരോരുത്തരോടും നിങ്ങൾ ചോദിച്ചാൽ മതി. കാരണം സമൂഹത്തിലുള്ളവർക്കും ഒക്കെ നമ്മളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതേക്കുറിച്ച് ഞാനിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ ചില സഹോദരന്മാരും പറയുമ്പോൾ ഞങ്ങളെ നോക്കരുത്, കർത്താവായി യേശുവിനെ നോക്കി. അതിന് വാക്യമുണ്ടല്ലോ. കാര്യം പത്രോസിന്റെ ഈ പിറവിയിലെ മുടന്തനായ മനുഷ്യനെ ദേവാലയത്തിന്റെ വാതിൽക്കൽ സുന്ദര ഗോപുരം വാതിൽക്കൽ ഇരിക്കുമ്പോൾ വല്ലതും കടാക്ഷിക്കുമെന്ന് വെച്ച് അവരെ ചോദിച്ചപ്പോൾ ഞങ്ങളെ ഉറ്റുനോക്കൂ എന്ന് പറഞ്ഞു. അവരെ നോക്കി എന്നാ വായിക്കുന്നത്. അപ്പൊ അവരെ ഉറ്റുനോക്കിയിട്ട് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്കെന്ന് പറഞ്ഞു. അപ്പൊ ആ കാലത്തെ വിശ്വാസികളും ഈ കാലത്തെ വിശ്വാസികളുമായിട്ടുള്ള അടിസ്ഥാനപരമായ അന്തരം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അന്നത് പത്രോസിനും യോഹന്നാനും ഒക്കെ ഞങ്ങളെ നോക്കൂ എന്ന് പറയാനുള്ള ആത്മധൈര്യം ഉണ്ടായിരുന്നു. കാരണം അവർ ക്രിസ്തുവിന്റെ അനുകാരികളായിരുന്നു. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരുന്നപോലെ നിങ്ങളും എന്റെ അനുകാരികൾ ആകുവിൻ എന്ന് പറഞ്ഞു. അപ്പൊ അവരും കർത്താവിനെ അനുകരിക്കുന്നവരായി, അവർക്ക് മാതൃകയായി നിൽക്കുന്നവരായിരുന്നു. അപ്പൊ ഇന്നത്തെ വിശ്വാസം ഞങ്ങളെ നോക്കരുത്, ഞങ്ങളെ നോക്കിയാൽ വില കുഴപ്പമൊക്കെ കാണും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസ നായകനും പൂർത്തി വരുത്തനുമായ യേശു ക്രിസ്തുവിനെ നോക്കിക്കോണം എന്ന് പൊത്തുവരുത്തം പറഞ്ഞ് രക്ഷപ്പെടുന്ന ആളുകളാണ് ഇന്നത്തെ വിശ്വാസികൾ. അല്ല, രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ ഞങ്ങളെ നോക്കൂ എന്ന് പറയാൻ കഴിയുന്ന മാതൃക ഉള്ളവർ ആയിട്ടാണ് ജീവിക്കേണ്ടത്. അപ്പോൾ വാസ്തവത്തില് പലരെയും നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. 100% ശരിയെന്ന് പറയുന്ന ഒരു സഭയും ഇന്ന് ഭൂമിയിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ സഭ വളരെ പെർഫെക്റ്റ് ആണ് വരും. സഭയുടെ പെർഫെക്ഷൻ നമ്മുടെ ഈ സഭയുടെ എടുക്കപ്പെടലോട് മാത്രമേ സാധിക്കുള്ളൂ. അതുവരെ ബലഹീനതയുള്ള ശരീരത്തിൽ ജീവിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏതാണ്ടൊക്കെ വചനത്തോട് കൂറു പുലർത്തുന്ന പുതിയ നിയമ സഭാ കൂടിവരവുകൾ എന്ന് വേണമെങ്കിൽ നമ്മുടെ സഭകളെ കുറിച്ച് പറയാം. ഇപ്പൊ നമ്മുടെ ഈ സഭകൾ തന്നെ വേർപാട് സഭകൾ തന്നെ ഉണ്ടായിട്ട് ഇപ്പൊ ഏകദേശം 1824 ഇത് ജന്മം കൊണ്ട് ചരിത്രത്തിൽ ബ്രദറൻ എന്ന പേരിൽ. അത് കഴിഞ്ഞ് 1924 ആയി കഴിഞ്ഞപ്പോൾ 100 വർഷമായി. ഇപ്പൊ ഏകദേശം 175-200 വർഷത്തോളം ആകുന്നു. 4ാമത്തെ 5ാമത്തെ തലമുറകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ 100% ഈ പറയപ്പെടുന്ന നമ്മുടെ അവകാശവാദം കണ്ടു മടുത്ത യുവാക്കന്മാരായിരിക്കാം റിഡീമർ, എക്സോഡസ് മുതലായ പുതിയ കോടിവരവുകളിലേക്ക് ഇപ്പം ധാരാളമായി ചേക്കേറുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE-യിലൊക്കെയുള്ള നമ്മുടെ പല സഹോദരന്മാരുടെയും പല സഭാ മൂപ്പന്മാരുടെയും ശുശ്രൂഷകരുടെയും ഒക്കെ മക്കൾ റിഡീമർ ചർച്ചിലും എക്സോഡസ് ചർച്ചിലും ഒക്കെയാണ് പോകുന്നത്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇവിടെ തിരുവല്ലയില്, കോട്ടയത്ത്, അതുപോലെ തന്നെ പിന്നെ എറണാകുളം ബേസ് ചെയ്തൊക്കെ റിഡീമറുകാരും എക്സോഡസുകാരും ഒക്കെ വളരെ ശക്തമായി ഫ്ലറിഷ് ചെയ്യുന്നു എന്ന് കേൾക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ റിഡീമറുകാരുടെ ഒരു വിവാഹ ശുശ്രൂഷയ്ക്കും സംബന്ധിച്ചായിരുന്നു പാലായിൽ വെച്ച്. അപ്പൊ അത് വളരെ പെട്ടെന്ന് വളർന്നു പിടിക്കുന്ന സഭകളാണ്. ഇതിന് കൂടാതെ പാലിലായിട്ട് ഭക്തസിംഗ് ഗ്രൂപ്പുകാരുടെ ചർച്ച അംഗീകായി വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ പ്രശസ്തമായ ഇദ്ദേഹത്തിന്റെ ചർച്ചുണ്ട് ബാംഗ്ലൂരിലെ സാക്പുന്നന്റെ പേരിലുള്ള ചർച്ചസും ഇപ്പോൾ കുറെ കൂടെ മെച്ചമായ നിലയിൽ വളർന്ന് പ്രബലപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്നോട് ഇപ്പോൾ ഒരാള് നിങ്ങൾ ഏത് സഭയുടെ അംഗത്വമാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 100% ഒരാളോട് കംവിത്തസ് എന്ന് പറയാറില്ല. അത് പറയാതെ ക്ഷമിക്കണം. അങ്ങനെ പറയണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ അങ്ങനെ പറയാൻ കഴിയാത്ത നിലയിലുള്ള ചില സംവിധാനങ്ങൾ നമ്മുടെ സഭാ പ്രസ്ഥാനങ്ങളുണ്ട്. അത് സത്യമാണ്. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങളുടെ മനസ്സാക്ഷി പുതിയ നിയമ മാതൃകയിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള ഒരു പ്രാദേശിക സഭ തിരഞ്ഞെടുത്ത് സമാധാനത്തോടെ ദൈവത്തെ ആരാധിച്ചുകൊള്ളുക. പക്ഷേ അടിസ്ഥാനപരമായി ബില്ലിഗ്രഹാം പറഞ്ഞ പോലെ രക്ഷ, വിശ്വാസ, സ്നാനം ഇത്യാദി കാര്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു പ്രാദേശിക സഭയായിരിക്കണം എന്ന് സാധാരണയായി ഞാൻ എടുത്തു പറയാറുണ്ട്. ഇനി അടുത്ത 6ാമത്തെ ചോദ്യമാണ്. ഈ 6ാമത്തെ ചോദ്യം ഇപ്പൊ എന്റെ വൈഫ് ചോദിച്ചാട്ടെ. ദൈവസഭയുടെ പരിപാലനം ആരാണ് ചെയ്യേണ്ടത്? ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ദൈവസഭയുടെ പരിപാലനം ആരാണ് ചെയ്യേണ്ടത്? വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അധ്യക്ഷന്മാരാക്കി വെച്ച മൂപ്പന്മാർ അവരാണ് ദൈവസഭയെ പരിപാലിക്കേണ്ടത്. ഭരിക്കുകയല്ല. ഇന്ന് ദൈവസഭയെ ഭരിക്കുന്ന മൂപ്പന്മാരാണുള്ളത്. അതുകൊണ്ടാണ് മിക്ക സഭകളിലും അങ്കുലീപരിമിതമായ എണ്ണമായി ആളുകൾ സഭകൾ ആയിക്കൊണ്ടിരിക്കുന്നു. സമീപകാലത്ത് ഒരു സ്റ്റാറ്റിക്സ് ഞങ്ങളുടെ ചില സഹോദരന്മാരെടുക്കുകയുണ്ടായി. ഇത് സത്യസന്ധമായ കാര്യമാണ്. ഈ സത്യസന്ധമായ കാര്യം പറയുമ്പോൾ അല്പം ഒരു ബുദ്ധിമുട്ട് കേൾക്കുന്ന ബ്രദറൻ ഇസം വിശ്വസിക്കുന്ന തീവ്രവാദ സ്വഭാവമുള്ള സഹോദരന്മാർക്കുണ്ടാകാം. അപ്പൊ അവർ പറയും, ഞാൻ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ഇരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ കൊമ്പ് മുറിക്കുകയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളായി വരും. ഞാൻ കൊമ്പ് മുറിക്കാനും വരുന്നില്ല, കോടാലിയും കൊണ്ടും വരുന്നില്ല. നിങ്ങൾ ഉള്ള കാര്യം ഞാൻ പറയുകയാണ്. മിക്കവാറും സഭകളിലെ ഇപ്പോൾ ഉള്ളതല്ല 60 വയസ്സിന് മേലുള്ള യുവാക്കന്മാരാണ്. അത് യുവാക്കന്മാരെന്ന് പറയാൻ അതായത് OMVF-കാരാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാം 60 എബോവ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ 60 എബോവ് അത് ഞാൻ പറയുമ്പോൾ ഞാൻ തന്നെ പറയാം, I am 65. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഞാനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ആള്. അപ്പൊ അതിന് മേളിലാണ് യങ്സ്റ്റേഴ്സ് എല്ലാം ഇവിടുന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഗ്രേറ്റ് ബ്രിട്ടൻ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക അയക്കുന്ന ആളുകൾ ഇപ്പോൾ ജർമ്മനിയിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ആരും അങ്ങനെ ഇല്ല. അങ്ങനെ വരുമ്പോൾ അനധി വിദൂര ഭാവിയിൽ അധികം കാലവളം താമസം കൂടാതെ
നമ്മുടെ മിക്ക സഭാ ഹോളുകളും അടയുകയും ആളുകൾ അവിടെ ആരാധിക്കാൻ ഇല്ലാതെ വരികയും ഹോളുകളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ശ്മശാന ഭൂമിയിൽ നിദ്ര കൊള്ളുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളത് പച്ചയായ ഒരു പരമാർത്ഥമാണ്. പുതുതായി രക്ഷിക്കപ്പെട്ടു വരുന്നവരുടെ ആളുകളുടെ എണ്ണം എവിടെയും ഇല്ല എന്ന് തന്നെ പറയാം. വടക്കൻ മേഖലകളിൽ, അതായത് മലബാറിന്റെ പ്രദേശങ്ങളിലോ തിരുവിതാംകൂറിന്റെ തെക്കൻ ഭാഗങ്ങളായ തിരുവനന്തപുരം തെക്കൻ ഭാഗങ്ങളോ വടക്കേനിലോ ഒക്കെ ഉണ്ടോ എന്നെനിക്കറിയാൻ വയ്യ. സെൻട്രൽ ട്രാവൻകൂറിൽ പുതുതായി രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് സഭയോട് ചേർക്കപ്പെടുന്ന ആളുകൾ വളരെ വിരളമാണ്. പഴയ ആളുകൾ തന്നെ അവരുടെ കുറ്റിയിൽ പൊട്ടി പുറപ്പെട്ട് അവർ തന്നെ മുമ്പോട്ട് വന്ന് അവർക്കുള്ള പാരമ്പര്യം, അവരുടെ തലമുറകളുടെ എണ്ണം, അവരുടെ പിതാക്കന്മാരുടെ പാരമ്പര്യം എന്ന നിലയിൽ അവര് ഇങ്ങനെ സഭകളൊക്കെ കൈക്കലാക്കി ഒരുവിധം ഭരിച്ച് മുമ്പോട്ട് പോകുന്ന സംവിധാനമാണുള്ളത്. പരിപാലനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അധ്യക്ഷന്മാരാക്കി വെച്ച മൂപ്പന്മാരാലാണ് സ്ഥാപിക്കപ്പെടുന്നത്. ഇനി ആ പരിപാലനത്തിന്റെ മാർഗരേഖ തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും വ്യക്തമായി അപ്പോസ്തലൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഈ പറയപ്പെട്ട വേദഭാഗങ്ങളിലെ ക്വാളിറ്റികളുള്ള ആളുകൾ പരിശുദ്ധാത്മാവിനാൽ നിയോഗിതരായവരും അവര് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട ചട്ടപ്രകാരം, അതായത് ദൈവവചനപ്രകാരം സഭയെ പരിപാലനം ചെയ്യുകയും വേണം. അല്ലാതെയുള്ള ഏത് സംവിധാനങ്ങളും വചനവിരുദ്ധമാണ്. ഇപ്പോൾ തിമോത്തിയോസ് അപ്പോസ്തലനായ പൗലോസും പറഞ്ഞിട്ടുണ്ട്, ഒരുവൻ പോർ പൊരുതിയാലും ചട്ടപ്രകാരം പോരാടുന്നില്ല എങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. അപ്പൊ ചട്ടപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പല ആരാധന യോഗങ്ങളും ദൈവവചന ചട്ടപ്രകാരം അല്ല നടക്കുന്നതെന്നുള്ളത് നിസ്തർക്കം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. ആത്മീക പ്രവർത്തനങ്ങൾ പലതും ചട്ടപ്രകാരമല്ല നടക്കുന്നത്. സഹോദരന്മാരോട് വളരെ വിഷമകരമായ നിലയിൽ സംസാരിക്കുകയും ഇടപെടുകയും അവരെ ഇൽട്രീറ്റ് ചെയ്ത ശേഷം യാതൊരു കുറ്റബോധവുമില്ലാതെ ഒരു പരിഹാരവും വരുത്താതെ ആരാധന അർപ്പിക്കുന്നെങ്കിൽ അത് ചട്ടപ്രകാരമുള്ള ആരാധനയല്ല. അപ്പൊ ഇന്നത്തെ അനേക പ്രവർത്തനങ്ങൾ, ആത്മീയ പ്രവർത്തനങ്ങളും ചട്ടപ്രകാരമല്ല ചെയ്യുന്നത്. അതെല്ലാം കമ്മിറ്റികളുടെ ആലോചന പ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരാധന യോഗങ്ങളും ആത്മീക പ്രവർത്തനങ്ങളും പരസ്പരം സഹോദരന്മാരുടെ റിലേഷൻഷിപ്പും ഒക്കെ ചട്ടപ്രകാരമല്ലാതെ മുമ്പോട്ട് പോകുന്നെങ്കിൽ വാസ്തവത്തിൽ അതിനെ ദൈവവചനപ്രകാരമുള്ള ഒരു പരിപാലനം എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവ് അധ്യക്ഷന്മാരാക്കി വെച്ച മൂപ്പന്മാർക്ക് പരിശുദ്ധാത്മാവ് നിർദ്ദേശിക്കുന്ന ആത്മീയ യോഗ്യതകൾ ഉണ്ടായിരിക്കുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ഇനി അങ്ങനെയല്ല, ഇപ്പൊ എന്നോടൊരു സഹോദരൻ പറഞ്ഞു, അവിടെ പറയും തിമോത്തിയോസിൽ പറയപ്പെടുന്ന എല്ലാ യോഗ്യതയില്ലെങ്കിലും ഏകദേശമൊക്കെ കുറെ യോഗ്യതയെങ്കിലും ഉണ്ട്. അത് അങ്ങനെ എന്റെ വേദപുസ്തകത്തിലില്ല. എന്റെ വേദപുസ്തകത്തിൽ എഴുതുന്നത് ആ യോഗ്യതകളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അത് മൂപ്പനുള്ള അതേ യോഗ്യത സുവിശേഷന്മാർക്കും ഉണ്ടായിരിക്കണം. സുവിശേഷന്മാരുടെ യോഗ്യതകൾ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തതിന്റെ കാരണം പല സുവിശേഷന്മാരും അപ്പോസ്തോലിക കാലം മുതലൊക്കെ മൂപ്പന്മാരുടെയും കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളായിരുന്നു. തിമോത്തിയോസ്, സിൽവാനോസ്, ശീലാസ്, പിന്നെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ, യൂദായ ഇങ്ങനെയുള്ള ആളുകളൊക്കെ സുവിശേഷകന്മാരായിരിക്കുമ്പോൾ തന്നെ അവർ മൂപ്പന്മാരും ആയിരുന്നു. എന്നാൽ ഇവിടെ സുവിശേഷന്മാരെ വേറൊരുവിധ തരംതാണ ഗണമായി മധ്യതിരുവിതാംകൂറിലെ സഭകൾ സ്വീകരിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം കൂടെ കൂട്ടമായി ഭരിക്കുന്ന സ്ഥിതി വന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ പരിപാലനം എന്ന വാക്കിന് വേദപുസ്തകം പറയുന്ന ആശയവും നിലവിലുള്ള വ്യവസ്ഥിതിയുമായിട്ട് പരസ്പരം പൊരുത്തപ്പെടാനായിട്ട് സാധിക്കുന്നില്ല എന്നൊരു ദുഃഖം ഈ സമയത്ത് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അടുത്ത ചോദ്യം, ഇന്ന് രാവിലെ എന്നോട് പാലക്കാട്ടിൽ നിന്ന് ഒരു സഹോദരൻ ടെലിഫോണിൽ വിളിച്ചു ചോദിച്ച ചോദ്യം ഇന്ന് രാവിലെ ചോദിച്ചതാണ്. വായിച്ചാട്ട് 7ാമത്തെ ചോദ്യം. ഡാനിയേൽ 12 നിത്യലജ്ജയ്ക്കായും നിത്യജീവനായും ഉയർത്ത് എഴുന്നേൽക്കുന്ന ഒരു 2 കൂട്ടരെ പറ്റി പറയുന്നുണ്ട്. ആരാണ് അവർ? ദാനിയേൽ പ്രവാചന പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്കുകളിൽ ചിലർ നിത്യജീവനായും ചിലർ നിത്യ ലജ്ജയ്ക്കായും പുനരുത്ഥാനം ചെയ്യും എന്ന് ദാനിയേലിനോട് ദൈവം പറയുന്ന വാക്യം. അപ്പൊ അതേ സംബന്ധിച്ച് അവിടെ പ്രദേശങ്ങളിലൊക്കെ ചെന്ന ചില ആളുകൾ പറയുകയും കൊടുത്ത വ്യാഖ്യാനവും അനുസരിച്ച് രക്ഷിക്കപ്പെട്ടവരായി പുനരുത്ഥാനം ചെയ്യുന്ന വിശ്വാസികൾ തന്നെ ചിലർ നിത്യമായ ലജ്ജയ്ക്കായി ഉയർത്തിനിൽക്കുമെന്നും ചിലർ നിത്യ ജീവനായി ഉയർത്തിനിൽക്കുമെന്നും ഒക്കെ ഉള്ള ഒരു പഠിപ്പിക്കലുണ്ട് എന്ന് പറഞ്ഞു. അവിടുത്തെ ആശയം അതല്ല. അവിടെ പറയുന്ന ആശയം സിദ്ധന്മാരുടെയും ദുഷ്ടന്മാരുടെയും പുനരുത്ഥാനത്തെ കുറിച്ചാണ്. ദാനിയേല് ഈ യഹൂദന്മാർക്ക് വരാൻ പോകുന്ന അവരുടെ ഭാവിയിലെ കാര്യപരിപാടികളെ സംബന്ധിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ബാബേലിലായിരുന്നല്ലോ ദാനിയേൽ ഉണ്ടായിരുന്നത്. ആ 70 സംവത്സരത്തെ പ്രവാസത്തെ സംബന്ധിച്ചും പ്രവാസാനന്തരം ഇസ്രായേലിന് സംഭവിക്കാനുള്ള ദൈവിക കാര്യപരിപാടിയുടെ പഞ്ചാംഗമെല്ലാം ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി. എന്നിട്ട് ദാനിയേൽ പറഞ്ഞു, നീയോ ദാനിയേലേ പോയിക്കൊള്ളുക, കാലാവസാനത്തോളം വിശ്രമിച്ചുകൊള്ളുക, കാലാവസാനത്തേക്ക് നീ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും.
എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭു പോലെയും പലരെയും നീതിയിലേക്ക് നടന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നും ശോഭിക്കും എന്ന് പറഞ്ഞു വരുമ്പോഴത്താണ് പറയുന്നത്, ചിലർ നിത്യജീവനായും ചിലർ നിത്യ ലജ്ജയ്ക്കായും പുനരുദ്ധാനം ചെയ്യപ്പെടുന്നു പറയുന്നത്. കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്തവരും പാപത്തിൽ ജീവിക്കുന്നവരും പാപത്തിൽ മരിക്കുന്നവരുമായ ആളുകൾ നിത്യലജ്ജയ്ക്കായി അല്ലെങ്കിൽ നിത്യശിക്ഷാവിധിക്കായി ഒരു പുനരുദ്ധാനം ചെയ്യും. എന്നാൽ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട ദൈവ മക്കൾ അവർ നിത്യ ജീവനായി നിത്യ സ്വർഗത്തിന് അവകാശികളായി അവരും പുനരുദ്ധാനം ചെയ്യും. ദുഷ്ടന്മാരുടെയും നീതിമാന്മാരുടെയും പുനരുദ്ധാനം ഉണ്ടാകും എന്ന് ഉള്ള ആ അടിസ്ഥാന ഉപദേശം, പുനരുദ്ധാനത്തിന്റെ അടിസ്ഥാന ഉപദേശമാണ് ദാനിയേൽ അവിടെ പ്രഖ്യാപിക്കുന്നത്. അഗ്രിപ്പാ രാജാവിനോട് അപ്പോസ്തലനായ പൗലോസ് പ്രതിപാദിക്കുമ്പോൾ, മഹാരാജാവേ, സിദ്ധന്മാരുടെ പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ദൈവം സിദ്ധന്മാരുടെയും ദുഷ്ടന്മാരുടെയും പുനരുദ്ധാനത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചോദ്യം കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ചോദ്യോത്തരമന്ത്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 8ാമത്തെ ചോദ്യം, ഇന്നത്തെ വേർപാട് സഭകളുടെ ഭാവിയെ സംബന്ധിച്ച് ഏത് നിലയിൽ വിലയിരുത്താൻ കഴിയും? ഈ കാലത്തെ വേർപാട് സഭകളുടെ ഭാവിയെ സംബന്ധിച്ച് ഏത് നിലയിലാണ് വിലയിരുത്താനായിട്ട് സാധിക്കുക? വേർപാട് സഭകൾ എന്ന് പറയുമ്പോൾ ബ്രദറൻ സഭ എന്ന് മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ബ്രദറൻ പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങളെയാണ് പൊതുവായി ഈ വേർപാട് സഭകൾ എന്ന വാക്കുകൊണ്ട് വിശാലമായുള്ള അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാവിയെ സംബന്ധിച്ച് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഭാവി പറയാനായിട്ട് ഞാൻ ഭാവി പ്രവാചകനൊന്നും അല്ല. ഈ ഫേസ്ബുക്കിനകത്ത് കണ്ണൂർ സ്വദേശിയായ ഒരു പുള്ളി എഴുതുന്നുണ്ട്, ഒമാൻ, കുവൈറ്റ് മുതലായ രാജ്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, പിന്നെ ഇറാഖ്, സൗദി മുതലായ രാജ്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഇങ്ങനെ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനടി വന്ന് അദ്ദേഹത്തെ പറയും, എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുമെങ്കിൽ ആരോഗ്യമുണ്ടല്ലോ, അത് കുറെ കൂടെ നല്ലതാണ്, ദൈവനാമത്തിന് പ്രയോജനമാണ് എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ ഇത് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാനറിയാൻ വയ്യ. എന്നാൽ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് നമ്മുടെ സഭകൾ ഒക്കെ, സഭയുടെ ഒക്കെ വാതിലുകൾ അധികം താമസിയാതെ അടഞ്ഞു പോകും, സഭാ ഹോളുകളുടെ. കാരണം എന്താ ചോദിച്ചാൽ എങ്ങും ആളില്ലല്ലോ. ആളില്ലാത്ത സ്ഥിതി, ഉള്ളത് തന്നെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. പല സ്ഥലങ്ങളിലും ടെൻഷൻ, മാനസികമായ സമ്മർദ്ദമൊക്കെ വളരെ വലുതാണ്. പല ആളുകളും ഞരക്കത്തോടെ എന്നോട് സംസാരിക്കാറുണ്ട്. ഇന്നലെ ഒരു സഹോദരി എന്നെ വിളിച്ച് കുറെ ഏറെ നേരം സംസാരിച്ചു. അപ്പൊ പല സ്ഥലങ്ങളിലും പല ആളുകൾക്കും അവരാഗ്രഹിക്കുന്നുള്ള ആത്മീയ സന്തോഷമില്ല. എന്നോടാൾ പറഞ്ഞു, ആരാധനയ്ക്കെന്ന് പറഞ്ഞു പോകുന്നു, അവിടെ എന്താണ് പറയുന്നത്, എന്താണ് കേൾക്കുന്നത്, എന്താണ് പ്രാപിക്കുന്നത് ഒന്നും അറിയാൻ വയ്യ, പോകുന്നു, വെറുതെ വരുന്നു എന്ന് പറഞ്ഞു. വളരെ ദുഃഖകരമായി പറഞ്ഞ അനുഭവമാണ്. അപ്പൊ ഈ സ്ഥിതി മുമ്പോട്ട് പോയാൽ അധികം കാലതാമസം കൂടാതെ മിക്കവാറും ഉള്ളതൊക്കെ തീരും. പിന്നെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഞാൻ പറയാം, ദൈവം സഭാചരിത്രത്തിൽ ഉണ്ടാക്കിയോ രൂപപ്പെടുത്തിയിട്ടുള്ള പഠന സഭയെ, പെന്തക്കോസ്ത് സഭയെ മാത്രമല്ല, ഓരോ കാലഘട്ടത്തിൽ ഓരോരോ പ്രത്യേക പ്രകാശം ലഭിച്ച സഭാ വിഭാഗങ്ങൾ സഭാചരിത്രത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോസ്തോലിക കാലത്ത് അപ്പോസ്തലന്മാര് അതാൽ സ്ഥാപിതമായ സഭകളുണ്ടായി. ഏതാണ്ട് 1 നൂറ്റാണ്ടോളം ആ സഭകൾ ഭൂമിയിൽ നിലനിന്നു. സഭാപിതാക്കന്മാരുടെ കാലം വന്നു കഴിഞ്ഞപ്പോൾ അല്പസ്വല്പ വ്യതിയാനങ്ങളോടുകൂടെ ആ സഭകൾ പിന്തുടർന്നു. AD 3-ാം നൂറ്റാണ്ട് വരെ തുടർന്നു. 3-ാം നൂറ്റാണ്ടിന് ശേഷം പ്രൊട്ടസ്റ്റന്റ്, കാതോലിക്ക എന്ന് പറയുന്ന 2 വിഭാഗങ്ങളായിട്ട് ഈ സഭ പിളർക്കപ്പെട്ടു. അതിനുശേഷം പ്രൊട്ടസ്റ്റന്റ് ഒരു ഭാഗത്ത് നിന്നും പ്രൊട്ടസ്റ്റന്റ് സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് ഓർത്തഡോക്സ്, സിറിയൻ യാക്കോബൈറ്റ്, മാർത്തോമ, ആംഗ്ലിക്കൻ, മെത്തഡിസ്റ്റ്, ലൂതറൻ, ഇവാഞ്ചലിക്കൽസ്, പിന്നെ ഇങ്ങനെ തുടങ്ങുന്ന CSI, CNI, ബ്രദറൻ, പെന്തക്കോസ്റ്റ്, ഇതെല്ലാം ഈ പറയപ്പെട്ട പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളാണ്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിലെ സുവിശേഷ വിഹിത സഭകളാണ് മാർത്തോമയ, CSI, ബ്രദറൻ, പെന്തക്കോസ്റ്റ്, ബാപ്റ്റിസ്റ്റ് സഭകൾ. ഈ സഭകളുടെ ഒക്കെ കാലഘട്ടത്തില് ഈ AD 4-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ടിനും 17 നൂറ്റാണ്ടിലുള്ള കാലഘട്ടങ്ങളില് വേറെ ഒരുപാട് സഭാ വിഭാഗങ്ങൾ ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. വാൾഡൻസസുകള്, എസേനുകള്, അതുപോലെ തന്നെ പ്യൂരിറ്റനുകള്, ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുഴുവൻ ഉടച്ചുവാരി അനേക ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനും തികഞ്ഞ വിശ്വാസ ജീവിതത്തിന്റെ വിശുദ്ധി സൂക്ഷിക്കണമെന്ന് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചൊരു സ്വഭാവമായിരുന്നു പ്യൂരിറ്റൻസ് എന്ന് പറയുന്ന സ്വഭാവം. ഇന്നത് വളരെ വിരലിലെണ്ണാനുള്ളതായിട്ട് ഒരുപക്ഷെ യൂറോപ്യൻ മേഖല ഉണ്ടാവാം എന്ന് ഞാൻ കരുതുന്നു. വാൾഡൻസസ് ഒക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. എസേനികൾ അവരെ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. മറ്റൊരുപാട് വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം സഭാചരിത്രത്തിൽ എക്സ്റ്റിങ്ക്റ്റ് ആയി. അവരിൽ ഒരു ഫാമിലി പോലും ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്നില്ല. മഹാകവി KV സൈമൺ സാറിന്റെ തൊട്ടുമുമ്പ്
മലയാളക്കരയിലെ വമ്പിച്ച ഉണർവിന് ചുക്കാൻ പിടിച്ച യൂസൂസ് യൂസ് എന്ന് പറയുന്ന വിദ്വാൻ കുട്ടി അച്ഛൻ ആ, രൂപം കൊടുത്ത ഈ ഒരു മനോഹരമായ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ആ പ്രസ്ഥാനം ഇന്ന് യുയോ മതം എന്ന പേരിൽ അധപ്പതിച്ചു. അപ്പൊ ആ യുയോ മതത്തിൽ 400 ചില്ലുവാൻ ആളുകൾ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ, വേറെ എങ്ങുമില്ല. അങ്ങനെ ഒരു സഭയും ഭൂമിയിൽ എങ്ങും വേറെ ഇല്ല. അതിന്റെ അംഗങ്ങൾ 400 മറ്റോ ഉണ്ട്. അവർക്ക് ഈ വിദ്വാൻ കുട്ടി അച്ഛന് കിട്ടിയ പ്രകാശമോ ഉപദേശ സത്യങ്ങളോ ഒന്നും വാസ്തുവിൽ അറിയാനും വയ്യ. അങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അതേക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണവും നടത്തിയിരുന്നു. അപ്പൊ വാസ്തവത്തില് ഏത് കാലഘട്ടത്തിലും ചില ആളുകൾക്ക് ദൈവം വചനത്തിന്റെ പ്രത്യേകമായ ചില പ്രകാശനം അനുവദിക്കുകയും അവർ മുഖാന്തരമായ ചില പുതിയ കൂടുതലുണ്ടാവുകയും ആ കൂടിവരവുകൾ ദൈവത്തോടും ദൈവത്തോടും എത്രത്തോളം വിശ്വസ്ത പുലർത്തും അത്രത്തോളം അത് ഫ്ലറിഷ് ചെയ്യുകയും ദൈവം എന്ന് അത് അകന്ന് പിന്മാറി കഴിയുമ്പോൾ ദൈവം ആ പ്രസ്ഥാനത്തെ ഉപേക്ഷിക്കുകയും പിന്നീട് അതിന്റെ ചവറ് പോലെ ആയിത്തീരുകയും പുതിയ പ്രകാശം ലഭിച്ച കൂടിവരവുകൾ ചരിത്രത്തിൽ ഉളവായി വരികയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 200 വർഷക്കാലം ഈ ഭൂമിയിൽ ദൈവപ്രകാശം ലഭിച്ചവരായി സുവിശേഷത്തിന്റെ വക്താക്കളായി നിന്ന പ്രധാനകാരും കൃപാവര വരദാനങ്ങളുടെ മൊത്ത ചില്ലറ വ്യാപാരക്കാരായി അറിയപ്പെട്ട പെന്തക്കോസ്ത് വിഭാഗങ്ങളും എല്ലാം വാസ്തവത്തിൽ ഇപ്പോൾ വേൾഡ്നെസ് ലോകമൈത്വത്തിൽ ചമർന്നിട്ട് ആ ദൈവശക്തി ത്യജിച്ച് കേവലം ഓർഗനൈസേഷൻസ് ആയിട്ട് മാറി. ചിലതൊക്കെ ക്ലബ് രൂപത്തിലൊക്കെ ആയി കഴിഞ്ഞു. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ റിഡീമർ, എക്സോഡസ്, പിന്നെ ഈ പറയപ്പെട്ട ഭക്ത് സിംഗ്, പിന്നെ ഈ ബാംഗ്ലൂരിലുള്ള നമ്മുടെ പുള്ളിക്കാരന്റെ കൂടിയൊരു ഇങ്ങനെ ഇതൊക്കെ ഈ ചരിത്രത്തിൽ ഉണ്ടായി വരുന്നത് അതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്നാൽ നമ്മൾ ഭാവിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുത തുറന്നു പറയേണ്ടതായിട്ടിരിക്കുന്നു. ഇവിടെ ഈ അടുത്ത കാലത്ത് ABC ന്യൂസുകാര് അവർ ചെയ്തൊരു അവലോകനം എന്നെ വളരെ ചിന്തിപ്പിച്ചു. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചായിരുന്നു അവരുടെ അവലോകനം. ഒരു 5-8 മാസം മുമ്പ് ABC ന്യൂസിൽ ഞാൻ കേട്ടതാണ്. നിങ്ങൾ എല്ലാവരും കേട്ട് കാണും, നിങ്ങൾ എല്ലാവരിലും പലരും കേട്ട് കാണും ചിന്തിക്കുന്നു. അവര് കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചൊരു സ്റ്റഡി നടത്തി. അവർ പറയുകയാണ് ഏതാണ്ട് AD 2040-45 വരുമ്പോൾ, ഇതിപ്പോ 25 ഒരു 20 വർഷം കഴിയുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റിയിലെ ആളുകളുടെ എണ്ണം തുലവും 1000 അല്ലെങ്കിൽ 1000+ ആയി കുറഞ്ഞു പോകും. അതിന് അവർ പറയുന്ന കാരണം ഇന്ന് കേരളത്തിലുള്ള വിദ്യാസമ്പന്നരായ യുവാക്കന്മാരാരും കേരളത്തിൽ ഇല്ല, ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഇല്ല. 16 വയസ്സ് കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് 18 കഴിഞ്ഞാൽ അവരെന്തെങ്കിലും സാങ്കേതികമായ പഠനങ്ങൾ കഴിഞ്ഞിട്ട് ആമ്പിള്ളാരും ബാക്കിയുള്ള പെൺകുട്ടികൾ നേഴ്സിംഗോ മറ്റേതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സസോ പഠിച്ചിട്ട് അവരും ജീവനാർത്ഥം രാജ്യം വിട്ട് മറ്റനേക രാജ്യങ്ങളിൽ കുടിയേറി അവർ പോകുന്നു. അപ്പൊ യങ്ങർ ജനറേഷൻ ഇവിടെ ഇല്ല. പിന്നെ ഉള്ളത് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് യെരുശലേമിനെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ പ്രവാസത്തെ തെറ്റിയൊഴിഞ്ഞ നെബൂഖദ്നേസറിനും വേണ്ടാത്ത പോലെ പോയ കുറെ പേരുണ്ടായിരുന്നു യെരുശലേമില്. അതായത് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അദ്ദേഹത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന നെബൂസർ അതാനും വേണ്ടാത്ത കുറെ പേരെ ഇവിടെ വരുന്ന അവരെ കുറിച്ച് വരുന്ന പ്രവാസം തെറ്റി ഒഴിഞ്ഞ ആളുകളായി യെരുശലേമിൽ പാർത്ത ആളുകൾ എന്നാണ് പറയുന്നത്. അവര് നെബൂഖദ്നേസർ കൊണ്ടുപോയില്ല, ഇവിടെ നാളെല്ലാ കടതി പോലെ ആകുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞവരാണ്. അവരെ കുറിച്ചാണ് ശൂഷൻ രാജധാനിയിൽ ഇവിടെ രാജാവിന് മുമ്പാകെ നിൽക്കുമ്പം നല്ല ഈ സലാഡ് കുക്കുമ്പോൾ പോലുള്ള നീണ്ട മുഖവുമായി നെഹമ്യാ നിൽക്കുമ്പോൾ നിന്റെ മുഖം ഇങ്ങനെ നീണ്ടിരിക്കുന്നത് എന്തെന്ന് രാജാവ് ചോദിച്ചത് വിഷാദമല്ലാതെ മറ്റൊന്ന് പറയുമ്പോൾ അപ്പൊ എന്റെ പിതാക്കന്മാരുടെ ശവകുടീരങ്ങളുള്ള പട്ടണം തീ വെച്ചും ചുട്ടും നശിപ്പിച്ചു വിരിക്കുക എനിക്ക് എങ്ങനെ സന്തോഷമുണ്ടാകുമെന്ന് അദ്ദേഹം ചോദിക്കുകയും പിന്നീട് മതിൽ പണിയാൻ വേണ്ടി അവിടുന്ന് രാജാവ് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് ഈ പറഞ്ഞു പോയ നാമാവിശേഷമായി തീർന്ന ആർക്കും വേണ്ടാത്ത ഈ കൂട്ടർക്ക് വേണ്ടിയായിരുന്നു. അപ്പൊ പറഞ്ഞെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ ABC ന്യൂസുകാർ പറയുകയാണ് ഇപ്പോൾ നാട്ടിലുള്ള ആളുകളുള്ളത് 60+കാരാണ്, അതായത് 60 മേലോട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ഇപ്പോഴത്തെ ശരാശരി ആയുസിനെ കണക്കുകൊണ്ട് പറഞ്ഞു അടുത്ത 20 yearsനുള്ളിൽ ഈ 60+ ഉള്ള സ്ത്രീ പുരുഷന്മാരെല്ലാം യവനയിലേക്ക് തുടച്ചു മാറ്റപ്പെടും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. അങ്ങനെ പോയി കഴിയുമ്പോൾ അപ്പൊ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറഞ്ഞ് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്നെയും കുറെ കഴിയുമ്പോൾ കാണുകയില്ല, അറിയോ ഇയാളെ ജിംറീസ് പറഞ്ഞ ഐ വിൽ ഫ്ലൈ അവേ എന്ന് പറഞ്ഞ് ഞാനും പോവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ യങ്സ്റ്റേഴ്സ് എല്ലാം അങ്ങോട്ട് കുടിയേറി പോവുകയും പിന്നെ ഈ 60+ ആയ ആൾക്കാർ മരിച്ചു മാറ്റപ്പെടുകയും പുതിയ ആളുകൾ സഭയിലേക്ക് ചേർക്കപ്പെടാതിരിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റി വിൽ ഓൾമോസ്റ്റ് എക്സ്റ്റിങ്ക്ട് ഇൻ 20 to 25 years ഓഫ് സ്പാൻ എന്നാണ് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇവിടെ കഷ്ടിച്ച് 10,000, 1,000, 2,000 ക്രിസ്ത്യാനികളെ കാണുള്ളൂ. ശരിയായിരിക്കാം. അങ്ങനെ വന്നാൽ ഈ സഭകളൊന്നും ഇപ്പോൾ കാണുകയില്ല. നമ്മളിപ്പോൾ കാണുന്ന മഹായോഗങ്ങളും പിന്നെ വലിയ സംഘടനാ പ്രവർത്തനങ്ങളും ഒക്കെ ഇനി അധികം കാലം മുമ്പോട്ട് നീങ്ങത്തില്ല. പക്ഷേ നീങ്ങണം, എന്ത് ചെയ്യണം? പുതിയ അഡീഷൻസ് ഉണ്ടാകണം, പുതിയ ആത്മാക്കൾ രക്ഷിക്കപ്പെടണം.
ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്ന്. അത് നമ്മുടെ ഇവിടുത്തെ ലക്ഷങ്ങൾ മുടക്കുന്ന കൺവെൻഷൻ കൊണ്ട് ഒരു പൂഞ്ഞാൻ പോലും രക്ഷിക്കപ്പെട്ട് നമ്മുടെ പ്രാദേശിക സഭകളോട് ചേരുന്നില്ല എന്നുള്ളതാണ് പച്ച പരമാർത്ഥം. അത് കോട്ടയത്തും കൊട്ടാരക്കരയും കുമ്പനാട്ടും കല്ലിശ്ശേരിയിലും പിന്നെ തിരുവനന്തപുരത്തും ഇവിടെ എങ്ങും ഒരാത്മാവ് പോലും ഈ കൺവെൻഷൻ നടത്തുന്നതിന്റെ പേരിൽ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർക്കപ്പെടുന്നില്ല. പിന്നെ അതുകൊണ്ട് ആ നിലയിൽ ഒരു പ്രകടനം ഉണ്ടാകും. പിന്നെ വിശ്വാസം ഒരു സംഗമം എന്ന നിലയിൽ അത് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സഭയുടെ ഭാവിയെ സംബന്ധിച്ച് ഏറെ ഉത്കണ്ഠ എനിക്കുമുണ്ട്. നാളെയുടെ നാളുകളിൽ ഇത് ഈ നിലയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മിക്കവാറുമുള്ള സഭകളിൽ എല്ലാ സഭകളിലും ഒക്കെ അടയുകയും ആളുകൾ ഇല്ലാതായി തീരുകയും ചെയ്യും. പല സഭാവുകളും അടുത്ത 10, 15, 20 വർഷത്തിനുള്ളിൽ അടയ്ക്കപ്പെടാനുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരിക്കൽ ഞാൻ പറഞ്ഞു, എന്നെ തേജോധനം ചെയ്യാനും ക്രൂശിക്കാനും കുറെ ആൾക്കാര് തീവ്രവാദികളെ പോലെ വന്നു. ഒരു യാഥാർത്ഥ്യ ABC ന്യൂസുകാർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഇടയാണ്ട് എഴുതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം, അങ്ങനെ വിഷയം. ഇതുപോലെയായിരുന്നു ഈ വിഭാഗം മൂലം പുനർവിഭാഗ വിഷയത്തെക്കുറിച്ച്. അത് കർത്താവായ യേശു ക്രിസ്തുവും പൗലോസും പറഞ്ഞാൽ കുഴപ്പമില്ല, അവർ രണ്ടുപേരും ഇപ്പൊ ഭൂമിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അത് എടുത്തു പറയുന്നത് എന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഞാൻ സത്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. 8 ചോദ്യങ്ങൾ, ഞാൻ അതിന്റെ ഉത്തരങ്ങൾ എനിക്ക് അറിയാവുന്ന നിലയിൽ ഞാൻ ദൈവവചന അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇത് കേൾക്കുക, മനസ്സിലാക്കുക, ഗ്രഹിക്കുക, ദൈവഭയമുള്ളവരായി തീരുക. കർത്താവിന്റെ സാക്ഷ്യത്തിനായി നമ്മളെ തന്നെ ജീവിതത്തിൽ സമർപ്പിക്കുക. കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ചിലരെയെങ്കിലും കർത്താവിനായിട്ട് ആദായപ്പെടുത്തുവാൻ ഈ നിലയിലുള്ള ചോദ്യോത്തര പങ്ക്തിയിലെ നിങ്ങൾക്ക് ഞാൻ വിളമ്പിയ ഈ ആത്മീയ ആശയങ്ങൾ കൊണ്ടും മറ്റും ദൈവം ഇടയാക്കട്ടെ. ഒരു ആത്മീയ നവോത്ഥാനത്തിന്, ഒരു മടങ്ങിവരവിന്, ഇവിടെ പ്രവാചകൻ പറഞ്ഞ പോലെ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലോ ചോദിച്ച പോലെ ഒരു ദൈവത്തിന്റെ പുനർസന്ദർശനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതിന് ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.